പിന്നെ പറയാണ് നമ്മളെ നാട്ടിൽ 20 പ്രശ്നം. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ തറാവീഹ് 20 അത് ബിദ്അത്ത് തന്നെയാണ്. അത് തമിഴ്നാട്ടിൽ 20 പ്രശ്നമില്ലേ? പിന്നെ പറയാണ് സൗദിയിലുള്ള 20 ഈ 20 അല്ല. നമ്മുടെ നാട്ടിൽ തറാവീഹ് 20, മക്കത്തുള്ള തറാവീഹ് 20 അല്ല. ശരിയാണ്, അവിടെ ഉള്ളത് ഇഷ്റൂനാണ്. ഇംഗ്ലണ്ടിൽ 20 ഇല്ല, അവിടെ 20 ഉള്ളത്. ഡൽഹിയിൽ പോയപ്പോൾ അവിടെയും 20 ഇല്ല, ബീസാണ് അവിടെ ഉള്ളത്. 8 കൂടിയാൽ ബിദ്അത്താണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത്. റമദാനിലെ രാത്രിയുള്ള നമസ്കാരം തറാവീഹ് 8 കൂടിയാൽ ബിദ്അത്താണെന്ന് പറഞ്ഞിരുന്നു, കാലങ്ങളോളം പറഞ്ഞിരുന്നു. 8, 3, 11 അതിനേക്കാൾ കൂടരുത്. ആ പറഞ്ഞതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ധീരതയാണെന്ന് പറയാം. അതിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരുത്തുകയാണെങ്കിൽ റമദാൻ നടപ്പിലാക്കി 20 സഹിയ സനദുണ്ട്. അതിൻ്റെ സഹിഹാക്കിയ ഒരു ലിസ്റ്റ് സലഫി ഇമാമുകൾ തന്നെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, ഷെയ്ഖ് ഇസ്മായിൽ അൻസാരിയെ പോലുള്ളവർ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് 20 സഹിഹാണെന്ന് അംഗീകരിച്ചു. ആ പഴയത് തിരുത്തിയാൽ അത് മാന്യതയാണെന്ന് പറയാം. പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പിതൃശൂന്യതയാണ്. ഒന്നുകിൽ പറഞ്ഞെടുത്ത് നിൽക്കുക, അത് ധീരതയാണ്. തെറ്റ് മനസ്സിലാക്കി തിരുത്തുക, അത് മാന്യതയാണ്. പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞില്ല എന്ന് പറയുന്നത് തികഞ്ഞ പിതൃശൂന്യതയാണ്. മുജാഹിദുൽ ഒരിക്കലും ആ അവസ്ഥയിലേക്ക് പോകരുത്. നിങ്ങളുടെ കാസറ്റുകൾ, സീഡികൾ, പ്രസംഗങ്ങൾ എന്നല്ല, സക്കരിയ സലാഹിയുടെ ആത്മാർത്ഥമായ തൗബ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഞങ്ങളിങ്ങനെ വാദിച്ചിരുന്നു, അത് തെറ്റാണ്, ഞങ്ങൾക്കിങ്ങനെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായ ഇവിടം വരെയെങ്കിലും അദ്ദേഹം അംഗീകരിച്ച് പറഞ്ഞത് തെളിവായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം വന്ന് പറയാണ് ഞങ്ങൾ സമസ്തയുടെ 20 എതിർത്തെന്ന്. അങ്ങനെയാണെങ്കിൽ അൽബാനി എന്തിനാ പുസ്തകം എഴുതിയത്? സമസ്തക്ക് വേണ്ടിയാണ് അൽബാനി പുസ്തകം എഴുതിയത്. 11 വർദ്ധിപ്പിക്കുന്നത് ബിദ്അത്താണെന്ന് പറഞ്ഞത് അൽബാനി പുസ്തകം എഴുതിയില്ലേ? ഷേഖന്നൂരിൻ്റെ മനഹജ് സ്വീകരിച്ചില്ലേ? സഹീഹുൽ ബുഖാരിയുടെ റാവി യസീദ് ബിൻ ഹുസൈഫയെ ദുർബലനാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആ വഴി സ്വീകരിച്ചുകൊണ്ട് 20 ലഈഫാക്കാൻ ശ്രമിച്ചു, 11 കൂടുതൽ ബിദ്അത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം ഇവർ പറയാണ് ഞങ്ങൾ സമസ്തർ 20 എതിർത്തിട്ടുള്ളത്. അപ്പോൾ അൽബാനി പുസ്തകം എഴുതോ? അൽബാനിക്കെതിരെ ഗണന എഴുതി ഷെയ്ഖ് ഇസ്മായിൽ അൻസാരി, സൗദിയിലുള്ള ദാറുൽ ഇഫ്തായിലെ ഹദീസ് വിശാരദനാണ്. അദ്ദേഹം പുസ്തകം എഴുതി. അദ്ദേഹം പറഞ്ഞു തറാവീഹ് 20 സഹിഹാണ്, എത്രയും ആകാം, അതിൽ 20 ആകാം എന്നല്ല. ഇവർ ആവർത്തിച്ച് നിഷേധിച്ചുകൊണ്ട് പറയാണ് 20 ആരും പറഞ്ഞിട്ടില്ല, എത്രയും ആകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പോയി ഡെയിലി 20 ആവുക. പിന്നെ പറയാണ് നമ്മളെ നാട്ടിൽ 20 പ്രശ്നം. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ തറാവീഹ് 20 അത് ബിദ്അത്ത് തന്നെയാണ്. അത് തമിഴ്നാട്ടിൽ 20 പ്രശ്നമില്ലേ? പിന്നെ പറയാണ് സൗദിയിലുള്ള 20 ഈ 20 അല്ല. നമ്മുടെ നാട്ടിൽ തറാവീഹ് 20, മക്കത്തുള്ള തറാവീഹ് 20 അല്ല. ശരിയാണ്, അവിടെ ഉള്ളത് ഇഷ്റൂനാണ്. ഇംഗ്ലണ്ടിൽ 20 ഇല്ല, അവിടെ 20 ഉള്ളത്. ഡൽഹിയിൽ പോയപ്പോൾ അവിടെയും 20 ഇല്ല, ബീസാണ് അവിടെ ഉള്ളത്. എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം നിങ്ങളൊന്നെങ്കിൽ ധീരത കാണിക്കാം, അല്ലെങ്കിൽ മാന്യത കാണിക്കാം, പിതൃശൂന്യത കാണിക്കരുത്. പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയുന്നത്. ഇല്ലല്ലദീന താബ് വഅസ്ലഹു വബയ്യനു. ആശയപരമായിട്ട് തെറ്റ് സംഭവിച്ചൊരു തൗബ ചെയ്യുമ്പോൾ തൗബ ചെയ്യുക, തിരുത്തുക, എന്നിട്ട് വിശദീകരിക്കുക. സക്കരിയ സലാഹി പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് തെറ്റാണ്, ഞാൻ തിരുത്തുന്നു, എൻ്റെ ഇന്നത്തെ അഭിപ്രായം ഇതാന്ന് പറയാം. അല്ലാതെ ഞങ്ങൾ പണ്ടേ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എന്ന് പറയരുത്. പഴയ സീഡികളുണ്ട്, നിങ്ങളുടെ വായിക്ക് മുദ്ര വെക്കുകയും സീഡികളും കടലാസുകളും സംസാരിക്കുകയും ചെയ്യും.